ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് ഇങ്ങനെ കാണിക്കുന്നതെന്നല്ലേ? മഴ പെയ്ത് വീട്ടിൽ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുതന്നല്ലോ. അപ്പോൾ ഇപ്പം മഴയില്ല, നല്ല വെയിലാണ്. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത്. ഇന്നത്തെ വീഡിയോ മഴയില്ലെന്ന് പറയാനല്ല കേട്ടോ, കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. മഴ കഴിഞ്ഞ ശേഷമുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ, അതാണ്. പിന്നെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്ക വരുമ്പം കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും. കപ്പ, പൂള, പിന്നെ കൊള്ളി, അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ, കൊള്ളിക്കിഴങ്ങ് അങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാനിതാ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വീട്ടിൽ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഗ്യാസൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സാധനങ്ങളിൽ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പെടുക്കാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മൂടി പൊട്ടി താഴേക്ക് വീണിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളായി കഷ്ണമായിട്ട് വന്നിട്ടില്ല, പൊളന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല കേട്ടോ, പിന്നെ അടുപ്പത്ത് വേവിച്ചാലും മതി. ഇതാ വെള്ളമൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വെള്ളം വന്ന സ്ഥലം കേട്ടോ, ആ തൂണിൻ്റെ സൈഡ് നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെള്ളം വന്ന് നിന്നു. പിന്നെ ഇതാ മൊത്തം തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഉണങ്ങി കിട്ടണം കേട്ടോ. പിന്നെ വെള്ളമൊക്കെ വൈപ്പർ കൊണ്ട് വലിച്ചു കളഞ്ഞു, പിന്നെ മഫിട്ട് തുടച്ചെടുത്തു. അങ്ങനെ ചെയ്തത് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാൻ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കണം, അതിന് വേണ്ടി. പിന്നെ ഇതിന് വേണ്ടത് കാന്താരി പൊടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ഉള്ളിയും കാന്താരിയൊക്കെ. അപ്പോൾ കാന്താരി പൊരിക്കാൻ പോയതായിരുന്നു. അപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടി പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇത് ചാമ്പങ്ങയാണ് കേട്ടോ, നല്ല ചാമ്പങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് കുരുവൊന്നുമില്ല കേട്ടോ, നല്ല അങ്ങനെ ഇല്ലെങ്കിൽ ചാമ്പങ്ങൻ്റെ ഉള്ളിൽ കുരു ഉണ്ടാകുന്നില്ലേ, ഇത് കുരുവൊന്നുമില്ലാത്ത ചാമ്പങ്ങയാണ് കേട്ടോ. പിടിക്കുമ്പോൾ ഒരുപാട് പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇതെല്ലാ സമയത്തും പിടിക്കുന്നുണ്ട്, കുഞ്ഞ തെയ്യാണ് ഇത്. ഒരുപാട് ഇത് എന്താ പറയുക, ചെറിയ കായ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കാന്താരി വെക്കുമ്പോൾ പാക്കറ്റിലാക്കിയിട്ട് ഈ ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ടിട്ട് നട്ടതാണ് കേട്ടോ. ഉമ്മാരെ അടുക്കളത്തോട്ടാണ്, പക്ഷേ ഉമ്മ ഇപ്രാവശ്യം ഒന്നും അങ്ങനെ നട്ടിട്ടില്ല. എന്തെങ്കിലും നട്ടലുണ്ട്, ഇപ്പം അങ്ങനെ നടൽ കുറഞ്ഞിന്. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും നട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കാന്താരിയും ചെറിയ ഉള്ളിയാണ് കേട്ടോ, 2-3 ചെറിയ ഉള്ളി ഉണ്ടായിട്ടു. പിന്നെ ഞാൻ കുറച്ച് വെല്ലുള്ളിയും കൂടി എടുത്തു, കുറച്ച് ഉപ്പും എടുത്തു, പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉള്ളിയും എടുത്തു. പിന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് സമയം അടിച്ചെടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, ഓയിലല്ല വെളിച്ചെണ്ണ. ഇതുപോലെ ചതച്ചെടുക്കാൻ കേട്ടോ. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കിഴങ്ങ് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. കട്ടൻ ചായ കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ കിഴങ്ങിന് വെള്ളമൊക്കെ ഊറ്റി ഞാൻ കുറച്ച് നെയ്യ് നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാച്ചി എടുത്തിട്ട് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഇതുപോലെ കേട്ടോ രസം. അപ്പം കട്ടൻ ചായയും ആയി. എന്താ കിഴങ്ങ് ഞാൻ ഒരു ഇലയിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട്. അതുപോലെ ചമ്മന്തി ഇട്ടെടുത്തിട്ട് ഉമ്മ തിന്നുന്നുണ്ട്, ഉമ്മാമ്മ തിന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഉമ്മാക്കൊക്കെ ഇതിങ്ങനെ മതി കേട്ടോ, ചോറും കറിയും ഇങ്ങനെ ദോശ അപ്പം അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് മതി കേട്ടോ. ഉമ്മാമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കിഴങ്ങ് എല്ലാ കിഴങ്ങും കേട്ടോ. ചക്കരക്കിഴങ്ങും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പിന്നെ രസമാക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ. പിന്നെ ഉമ്മാമ്മക്ക് ഇത് മതി, ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഉമ്മാമ്മ അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഇത്താത്തി വളയും വന്നിട്ടുണ്ടായിരുന്നു, അവർക്കും കഴിച്ചു. പിന്നെ ആളെ വന്നത് വെച്ചാൽ എണ്ണയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ ചോരുന്നതാണ്. അപ്പോൾ ഓടിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വെച്ചാൽ വന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ ചോരുന്നിടത്ത് ഇങ്ങനെ പാള വെച്ച് കൊടുക്കല, പണ്ടൊക്കെ പാളയാട്ടോ വെച്ച് കൊടുക്കൽ. ഇപ്പോൾ പാളയല്ല വെച്ച് കൊടുത്തത്, വേറെ സ്റ്റീലിങ്ങിൻ്റെ സാധനമാട്ടോ വെച്ച് കൊടുത്തത്. ഇത്താത്തിയൊക്കെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പുറത്ത്. പിന്നെ ഞാൻ ഉച്ചക്കേക്കുള്ള കറിക്ക് നോക്കി കേട്ടോ. കഞ്ഞിയാണ് ഉണ്ടാക്കിയത്, കഞ്ഞിക്കൊരു കറിയാക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ചക്കക്കൂരും മുരിങ്ങച്ചപ്പും വറവാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. എഴുത്ത് ചക്കയും കട്ടൻ ചായ എന്നുള്ള ഷോർട്സ് വീഡിയോ കേട്ടോ. ചക്കക്കുരുവിനെ കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സാധനം ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്, 4-5 കഷ്ണമാക്കിയിട്ട് അങ്ങനെ മുറിച്ചിട്ടിട്ട് അത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉമ്മ മുരിങ്ങച്ചപ്പൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച്. പിന്നെ ഇത് വറവിട്ടെടുക്കണം കേട്ടോ.
വലുതായിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല, സമയമായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കേണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ തത്തി വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയും പോയി. പിന്നെ വറവിട്ട് കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല. ടൈമായിരുന്നു ഫുഡ് കഴിക്കേണ്ടത്. പിന്നെ മക്കളും ഇളയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കണം. പിന്നെ തേങ്ങ വറവിട്ട് കൊടുക്കുമ്പോഴൊക്കെ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെയല്ല, കുറച്ച് ഒതുക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ടൈം ആയതുകൊണ്ടാണ്. പിന്നെ പപ്പടവും പൊരിച്ചു, ചമ്മന്തി ഉണ്ടാക്കി ചൂട് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.